അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തേതും ഒരു വ്ളോഗാണ്. നമ്മൾ കൊച്ചി എറണാകുളം ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒന്നും മഴയുണ്ടായിരുന്നില്ല. അവിടെ എത്താൻ നേരത്തെ തൃശ്ശൂർ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയതാണ് മഴ. ചെറിയൊരു ചാറ്റൽ മഴ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് നമ്മൾ മെട്രോയിൽ കയറാനായിട്ടായിരുന്നു. വാട്ടർ മെട്രോ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ഒരു സ്റ്റേഷനിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും അധികം ആളെ കണ്ടില്ല. നമ്മൾ കണ്ടത് ഇവിടെയായിരുന്നു വാട്ടർ മെട്രോൻ്റെ അവിടെ ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. ഒരു 10-20 മിനിറ്റോളം നമ്മൾ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ എന്തായാലും അകത്ത് കയറിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ അവിടെ തന്നെ ക്യൂ ആണ്. നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത ആ ഒരു രീതിയിൽ തന്നെ നമ്മളവിടെ ഇരിക്കണം. നമുക്ക് ടൈം ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു വാട്ടർ മെട്രോക്ക് അവർ കൊണ്ടുപോകുള്ളൂ. ആ ഒരു ലൈനിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലാഗ് നടപ്പിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെയായിരുന്നു. അപ്പോൾ 40 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാനായി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഈ ഒരു ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. അതവിടെ ഫോർട്ട് കൊച്ചി തന്നെയുള്ള ഒരു മെട്രോൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കയറിയിട്ടുള്ളത്.
ഇവിടെ കായലിനോട് ചേർന്നിട്ടാണ് നമുക്കിവിടെ ഇരുന്നാൽ ഫുഡ് കഴിക്കുമ്പോൾ കായലിൻ്റെ വ്യൂസൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പാർക്കിലേക്കായിരുന്നു. അവിടെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പാർക്കിലേക്കായിരുന്നു. കുട്ടികൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ കൂടെ ഒന്ന് കറങ്ങി. പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള ഈ ഒരു വാസ്കോ ഡ ഗാമൻ്റെ ശവകുടീരമൊക്കെ ഉള്ള ഒരു പള്ളിയാണത്. അപ്പോൾ അവിടെ ഒന്ന് കയറി അവിടുത്തെ അയാളുടെ ടോമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഇതാണ് പള്ളിൻ്റെ ഉള്ളിൽ വാസ്കോ ഡ ഗാമനെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലം. അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെട്രോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ അന്നേ ദിവസം നമ്മൾ റിസോർട്ടിൽ നിന്നിട്ട് പിറ്റേന്ന് നമ്മൾ എടപ്പള്ളിയിലോട്ട് വന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ പിന്നെ ലുലു മാളിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലുലു മാൾക്കുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ലുലുവിൻ്റെ ഒരു ലുലു എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴി കാണാം. അപ്പോൾ അതിലൂടെ പോവാണ്. അപ്പോൾ അത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ലുലുവിൽ നല്ല തിരക്കായിരുന്നു അന്ന്. പിന്നെ അവിടെ നമ്മളൊരു ടോയ്സിൻ്റെ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടോയ്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ടോയ്സാണ്.
അപ്പോൾ ലുലുവിലൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോരാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ നമ്മുടെ കൊച്ചിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.